കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണം സീതാദേവിയുടെ ശ്രീരാമ ചരിതം അല്ലെങ്കിൽ രാമായണ കഥാഖ്യാനം വായുദേവന് അഥവാ ഹനുമാന് നൽകിയതിനെ തുടർന്ന് ശ്രീരാമചന്ദ്രദേവൻ തന്നെ അതിൻ്റെ ബാക്കി രാമകഥയെക്കുറിച്ച് ഹനുമാനായിക്കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ മന്ദഹാസത്തോടെ പറഞ്ഞു, ഹനുമാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വാനരശ്രേഷ്ഠ, ഈ പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് അല്ലേ ജീവാത്മാവായ നമ്മളേവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അതിൽപ്പെട്ടവാണ്. എൻ്റെ തേജോരൂപമായ അല്ലെങ്കിൽ തേജോരൂപമായ മായയിൽ അത് പ്രതിഫലിക്കുന്നു എന്ന് മാത്രം അല്ലേ. ഓരോ ജലാശയത്തിലും വിവിധ രീതിയിൽ അല്ലെങ്കിൽ വിപുലമായ ആകാശം പ്രതിഫലിക്കുന്നത് പോലെയാണ് ജീവരാശികളിൽ എന്ത് പ്രതിഫലിച്ച് കാണുന്ന ജീവാത്മാവ് പ്രതിഫലിച്ച് കാണുന്നത്. സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് നിശ്ചലമായി സാക്ഷിയായി വർത്തിക്കുന്ന ബിംബമാകുന്നു എന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്താ, തത്വമസി തുടങ്ങിയ വാക്യാർത്ഥങ്ങളിലൂടെ ഗുരു കൃപ കൊണ്ട് മാത്രം എന്നെ അറിയാൻ കഴിയും എന്നും പറഞ്ഞു. നമ്മളത് വ്യാഖ്യാനിച്ചതാണ്. അതറിയുന്ന എൻ്റെ ഭക്തൻ എൻ്റെ ഭാവത്തെ തന്നെ പ്രാപിക്കും എന്നും പറഞ്ഞു ശ്രീരാമചന്ദ്രൻ. മാത്രമല്ല, ഭക്തിയില്ലാത്തവർ ശാസ്ത്രങ്ങളുടെ ഗർത്തങ്ങളിൽ ബോധമില്ലാതെ വീണു കിടക്കുന്നു എന്നു മാത്രം അല്ലേ. അവർക്ക് 100,000 ജന്മം കൊണ്ടും തത്വജ്ഞാന മോക്ഷമോ കൈവരിക്കാൻ കഴിയുകയില്ല. തത്വജ്ഞാനമോ മോക്ഷമോ കൈവരിക്കാൻ കഴിയില്ല എന്ന് ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. പിന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? രാമഹൃദയം എന്നു പേരുള്ള ഈ രഹസ്യം ആർക്ക് പറ്റില്ല? ഭക്തിഹീനന്മാർക്ക് പറഞ്ഞു കൊടുക്കരുതേ. ഭക്തിയില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് അത് നമ്മളിപ്പോഴും പറയുന്നു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപദേശം മറ്റൊന്നില്ല എന്നും ശ്രീരാമദേവൻ പറയുന്നു അല്ലേ. ശ്രീപരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ രാമരഹസ്യം എന്താന്നാ പറയുന്നത്? എഴുത്തച്ഛൻ പവിത്രവും അത്യന്തവും രഹസ്യമാണ് എന്നാണ് പറയുന്നത്. ശ്രീരാമചന്ദ്രൻ തന്നെ വായുപുത്രനായ ഹനുമാന് ഉപദേശിച്ച പാപഹരവും പിന്നെന്താ ആനന്ദപ്രദവും മോക്ഷദായകവുമായ തത്വം ഭക്തിപൂർവം പതിവായി പാരായണം ചെയ്യുന്നവർ മുക്തനാകും, അത് ഉറപ്പാണ് എന്ന ഭാഗമാണ് ഇനി നമുക്കിവിടെ വ്യാഖ്യാനിച്ച് തീർക്കാനുള്ളത്. മദ്ഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തൻ, എൻ്റെ ഭക്തനായുള്ളവർ ഇതറിയുമ്പോൾ, ഈ വാസ്തവം അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയം, എൻ്റെ ഭാവത്തെ തന്നെ പ്രാപിക്കും എന്നതിൽ അത് യാതൊരു സംശയവും വേണ്ട, അത് നിശ്ചയമാണ്. പിന്നെന്താ പറയുന്നത്? മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. എൻ്റെ ഭക്തിയിൽ വിമുഖന്മാരായവര് എന്ത് ചെയ്യും? വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും ഓരോരോ ശാസ്ത്രത്തിന്റെ ഗർത്തത്തില് ആഴത്തിലേക്ക്
വീണ് എന്താണ്ടാവുക? ശാസ്ത്രങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ആ എന്റെ ഭാവം കിട്ടണം എന്ന് തോന്നി അതിൽ വീഴുകയും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. അവര് ആ ഭക്തി ആവുന്ന കിണറിലേക്ക് വീണ് അതിൽ തന്നെ എപ്പോഴും എന്നെ പ്രാപിക്കണമേ എന്ന് മോഹിച്ചിടുന്നു. ഇനിയോ ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധയ്ക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഇനി പറയുന്നു, ഭക്തിഹീനന്മാരും ഉണ്ട്. ഭക്തി വിമുഖന്മാരെ പോലെ തന്നെ ഭക്തി തീരെ ഇല്ലാത്തവർക്ക് 100,000 ജന്മം ജനിച്ചാലും, നമ്മൾ അങ്ങനെയാണല്ലോ, കുറെ പുനരഭിജനനം പുനരഭിമരണം എന്ന് പറഞ്ഞ് പലവിധ ജീവരാശികളുടെ കയറി ഇറങ്ങി അവസാനമാണ് ഇത്രയും മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയാലും ഒരു പ്യുവർ ഭക്തനായി മാറുമോ? ഇല്ല. അപ്പം കുറെ പേര് അസുരീയ ഭാവം കാണിക്കുന്നവരുണ്ട്. അവരടുത്ത ജന്മത്തിൽ അസുരനായി ഭവിക്കുമെന്നല്ലേ. മനുഷ്യരൂപം കിട്ടിയിട്ടും അസുരന്റെ പ്രകൃതി കാണിക്കുന്നവരില്ലേ, അവരടുത്ത ജന്മത്തില് ആസുരീയ ഭാവമുള്ള മൃഗങ്ങളെ കൈ വരുന്ന. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കില്ല, കിട്ടില്ല. തത്വജ്ഞാനവും നേരത്തെ പറഞ്ഞ മഹാവാക്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളൊന്നും 1000 ജന്മത്തിൽ ഇവിടെ ജീവിച്ചാലും കിട്ടില്ല എന്ന്. സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. കൈവല്യം എന്ന് പറഞ്ഞ കേവലഭാവം, അതായത് ഈശ്വരഭാവത്തെ എന്നർത്ഥം. പരമാത്മാവാ മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായി മേവിടും. അവിടെ പറയുന്നതാണ് പരമാത്മാവാം, ഞാനാണ് പരമാത്മാവ്. അപ്പൊ പരമാത്മാവായിരിക്കുന്ന എന്റെ ഭാവം അല്ലേ. അപ്പൊ അവിടെ പറയുന്നു പരമാത്മാവാം മമ ഹൃദയം, എന്റെ ഹൃദയം എന്താ പരമാത്മാവാണ് എന്നുള്ള രഹസ്യം ഇതൊരു നാൾ ഒരിക്കലും മദ്ഭക്തിഹീനന്മാരായി മേവിടും. അവരെന്നും ഭക്തിഹീനന്മാരായി മാറും. അവർക്ക് ഈ ലോകത്തിന്റെ ഏറ്റവും ആത്യന്തികമായ സ്വരൂപം എന്താണ്, കേവല രൂപം എന്താണെന്ന് ചോദിച്ചാലൊന്നും അവരറിയാതെ അങ്ങനെ മേവിടും, ജീവിച്ചു പോകും. നരന്മാരോട് പറഞ്ഞറിയിക്കരുതോട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് എന്തെന്നറിയോ എഴുത്തച്ഛൻ? ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരുടെ ഈ തത്വമൊക്കെ പറയാൻ പാടുമെന്ന്. പാത്രം നോക്കി ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നില്ലേ. നമുക്ക് ഒരുപാട് കാര്യമൊക്കെ അറിയുമായിരിക്കും, പക്ഷെ അറിയുന്നതൊക്കെ എല്ലാവരോടും പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അത് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. ഭക്തിഹീനന്മാരോട് നമ്മൾ ഇവിടെ വാ എന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തത്വോപദേശമൊക്കെ നൽകിയിട്ട് നേരത്തെ പറഞ്ഞ തത്വ മഹാവാക്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവര് ഭക്തിഹീനന്മാരാണ്. അവരോട് നമ്മൾ ചൊല്ലുണ്ട്, ഇതൊക്കെ പോത്തിന്റെ ചെവിയിൽ എന്താണ് വേദം ഓടിയിട്ട് കാര്യം, അങ്ങനെ എന്താ പറയുന്ന പോലെ ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും കിട്ടില്ല, അത് സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും, അതിന്റെ രഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായി മേവിടും. അവർക്ക് നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ, വാണിംഗാണ്, അത് ഒരിക്കലും നീ പറഞ്ഞു കൊടുക്കരുതടോ എന്നാണ് ഹനുമാനോട് പറയുന്നത്. പിന്നെന്താ? പരമമുപദേശമില്ലിതിന്മേതയൊന്നും, ഇതിന്റെ അപ്പുറത്ത് ഇനി ഒരു ഉപദേശം ഇല്ല ഹനുമാനെ എന്നാണ് പറയുന്നത്. അടുത്തെന്താ? ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. നമ്മൾ മറക്കരുത്, ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ മഹാദേവനായിരിക്കുന്ന പരമേശ്വരൻ മഹാദേവിയായ പാർവതിയോട് അരുൾ ചെയ്ത രാമമഹാത്മ്യമിതം, അതാണ് രാമമഹാത്മ്യമിതം. പവിത്രമാണത്, ഗുഹ്യതമമാണ്, അതീവ രഹസ്യമാണ്. സാക്ഷാൽ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം. എന്താ പറയുന്നത്? സാക്ഷാൽ ശ്രീരാമപ്രോക്തം, ശ്രീരാമനാൽ പറയപ്പെട്ട. ഇവിടെ ഇപ്പൊ സന്ദർഭം ശ്രീരാമൻ തന്നെ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുകയല്ലേ. അതെന്താ പറയുന്നത്? ശ്രീരാമനാൽ പറയപ്പെട്ട, ആർക്കായിക്കൊണ്ട്? വായുപുത്രനായിക്കൊണ്ട് പറയപ്പെട്ട ഈ രാമരഹസ്യം അല്ലെ.
മോക്ഷം പ്രാപിക്കാൻ പറ്റുന്ന, പാപഹരം എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന, ഹൃദ്യമായ ആനന്ദോദയം, അത് ഹൃദയത്തിൽ ആനന്ദത്തെ ജനിപ്പിക്കുന്നതുമായ ഈ രാമതത്വം എന്നുള്ളത് അതൊക്കെ അറിയുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. പിന്നെന്താ? സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം. ഇനി ഈ പറയുന്ന ഇത് എന്ന് പറഞ്ഞാൽ ആറ്റിക്കുറുക്കിയതാണ് അല്ലേ? എന്താ? സർവവേദാന്ത, എല്ലാ വേദാന്തങ്ങളും, ഏതാണ്ട് 1100 വേദാന്തങ്ങളുണ്ടല്ലോ, ഉപനിഷത്തുകള് അല്ലേ? അതിൽ ദശോപനിഷത്തൊന്നുണ്ട് അല്ലെ? പിന്നെയോ ഒരു 108 ഉണ്ട്. അല്ലെങ്കിൽ ഒരു 10 നമുക്ക് പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിനൊക്കെ ആ തത്വം അറിയാൻ കഴിയും. അപ്പൊ ഇവിടെ പറയുകയാണ് സർവ വേദാന്ത സാര സംഗ്രഹം എന്നാണല്ലോ ഗീതയും ഒക്കെ പറയുന്നത്. അതേപോലെ ഇവിടെയും പറയുന്നതാണ് സർവ വേദാന്ത സാര സംഗ്രഹം തന്നെ ആകെ കുറുക്കിയിട്ടുണ്ടാക്കിയ ഇത്, അതിന്റെ എസൻസ് അതാണ് രാമതത്വം. അത് വേറെ ഒന്നുമല്ല, രാമതത്വം. ഈ രാമനായി നിൽക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്ന് പറയണം. ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ധാരോടാണ്? ഏറ്റവും ദിവ്യനായിരിക്കുന്ന, കേൾക്കാൻ യോഗ്യനായിരിക്കുന്ന ഹനുമാനോട് ഉപദേശിച്ചതാണ്. ഇവിടെ ഈ കൊട്ടാരത്തിൽ ശ്രീരാമൻ ഹനുമാനോടാണ് ഉപദേശിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാണ് അതൊക്കെ. ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പോൻ. ഇത് എഴുത്തച്ഛൻ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നെന്ന് പറയുന്നില്ലേ? ഓരോ അധ്യായത്തിലും ഭക്തിയെ ഭക്തിക്ഷയം സംഭവിച്ച കാലത്താണല്ലോ എഴുത്തച്ഛൻ ഈ രാമായണം കിളിപ്പാട്ട് രചിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ്? ഈ ഭക്തി പൂണ്ട് അനാരതം നിർത്താതെ ഭക്തിയോടെ പഠിച്ചിടുന്ന പൂമാൻ മനുഷ്യൻ മുക്തനായി വരുമൊരു സംശയമില്ലാതെ. അപ്പൊ നമ്മളൊക്കെ മുക്തന്മാരാവും. കാരണം രാമതത്വം നമ്മൾ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തി പൂണ്ടനാരതം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. നോ ഡൗട്ട്, ഒരു സംശയവും വേണ്ട. നിങ്ങളൊക്കെ ജീവൻ മുക്തി പ്രാപിച്ചവരായി മാറും എന്നുള്ളത്. ഇനി അവിടെ നിന്നിട്ട് ഇതുകൊണ്ടൊക്കെയുള്ള ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രാമായണം വായിക്കുകയും രാമായണം കഥനം ചെയ്യുകയൊക്കെ ചെയ്താൽ എന്താണ് അതെന്ന് നമുക്ക് കിട്ടുന്നത്? അതാണ് അടുത്ത് പോകുന്നത്. എന്താണ് പറയുന്നത്? ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാദിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. എന്താ? ബ്രഹ്മഹത്യാദി പാപങ്ങൾ, ഏറ്റവും മഹാപാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണല്ലോ ബ്രാഹ്മണനെ കൊല്ലുക, വധിക്കുക എന്നുള്ളത്. ഒരാൾ സപ്പോസ് ഒരു ബ്രാഹ്മണനെ വധിച്ചു എന്ന് വിചാരിക്കുക. ചില സന്ദർഭ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ബ്രാഹ്മണനല്ല പല ആൾക്കാരെയും വധിക്കേണ്ടി വരും, പണ്ട് രാജഭരണ കാലത്തൊക്കെ അല്ലേ? അപ്പോ ഇന്നിപ്പോ നമ്മുടെ നിയമമൊന്നും അത് സമ്മതിക്കുന്നില്ല. സിവിൽ കോഡും ക്രിമിനൽ കോഡും ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ പണ്ട് രാജഭരണമായതുകൊണ്ട് ചിലപ്പോൾ ഒരാളെ കൊന്നു എന്നൊക്കെ വരും. ഒരു രാജാവ് ചിലപ്പോൾ ഒരു ബ്രാഹ്മണനെ കൊന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ പറയുകയാണ് എന്ത്? ഈ രാമകഥ പഠിച്ചാലുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും പാപങ്ങളും, ബഹുവിധം, അങ്ങനെ പല വിധത്തിലുള്ള പാപങ്ങളും ജന്മങ്ങൾ തോറും, ഓരോരോ ജന്മങ്ങളും തോറും ആർജിച്ചുള്ളവയെന്നാകിലും, നമ്മളിങ്ങോട്ട് വരുമ്പോൾ സഞ്ചരിട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ടേ പാപങ്ങളെ. പിന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുന്ന് കുറച്ച് പാപങ്ങൾ വാങ്ങുന്നുണ്ടേ. അതൊക്കെ പല സഞ്ചരിട്ട് പുണ്യം എത്രയുണ്ടെന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി അടുത്ത ജന്മത്തിലേക്ക് പോകും. അതാണ് സഞ്ചിത പാപകർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയും എന്നാകിലും ഒക്കവേ നശിച്ചു പോവും, എല്ലാം നശിച്ചു പോവും എന്ന് അരുൾ ചെയ്തു രാമൻ. ഹനുമാനോട് പറഞ്ഞു, ഹനുമാനെ, കഴിഞ്ഞ ജന്മത്തിലെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതും ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളും ഒക്കെ ആണെങ്കിലും നീ ഈ ധാരാ പറയുന്ന രാമൻ തന്നെയാണ്. അപ്പൊ രാമന്റെ ശ്രീരാമചന്ദ്ര കഥ തത്വത്തെ നീ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, അത് പഠിക്കുകയാണെങ്കിൽ, അത് പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലേ? പഠിക്കുകയും പഠിപ്പിക്കുകയും അറിവിന്റെ പരിധിയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇത്യാദി പാപങ്ങളൊക്കെ നശിച്ചു പോവും എന്ന് ചെയ്തു. നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കട പ്രവരനോടെന്നതു സത്യമല്ലോ. മർക്കട പ്രവരനല്ല, മർക്കടന്മാരിൽ പ്രവരനായ ഹനുമാനോട് എന്നതു
സത്യമല്ലോ, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇറ്റ്സ് എ ഫാക്ട്, റിയാലിറ്റിയാണ്, അതിന് സംശയമൊന്നുമില്ല. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി. നീ ആരാണ്? ഒരാൾ ജാതി നിന്ദിതനാണെങ്കിലും പരസ്ത്രീ ധനഹാരി ആയ പാപിയാണെങ്കിലും, പരസ്ത്രീ ധന അപഹാരിയിലെ മറ്റ് സ്ത്രീകളുടെ ധനം അപഹരിക്കുന്ന കക്കുന്ന ആൾക്കാര്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ സ്വത്തൊക്കെ ഹനിക്കുക, അതേമാതിരി പരസ്ത്രീ ഗമന പാപങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ പെട്ട പാപം. അതൊക്കെ പാപം ചെയ്താൽ മോക്ഷം ഉണ്ടോ ചോദിച്ചാൽ ഇതൊക്കെ എടുത്ത് വായിച്ചാൽ മതി. പിന്നെന്താ? മാതൃഘാതകൻ പിതൃഘാതകൻ. ആരാധകൻ? മാതൃഘാതകൻ, മാതാവിനെ കൊന്നവൻ. പിതൃഘാതകൻ അല്ലേ? പിതൃഘാതകൻ, പിതാവിനെ വധിച്ചവൻ. ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരാൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ മാതൃഘാതകൻ എന്ന് പറഞ്ഞാൽ അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അമ്മയുടെ കൊല്ലുക എന്നുള്ളത് കേവലം പ്രവൃത്തിയാൽ തന്നെ ആയിക്കോണമെന്നില്ല, വാക്കാലും ഒരാളെ കൊല്ലാം. അപ്പൊ അത്തരം ഭവിഷ്യവാക്കുകളൊക്കെ പറഞ്ഞാൽ മാതൃഘാതക പാപത്തിന് തുല്യമാണ്. ഇന്നിപ്പോ അല്ലാതെ തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ സ്ഥിരം കാണാമല്ലോ, അച്ഛനെ കൊന്നു അമ്മയെ കൊന്നൊക്കെ. പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി. അതുമാതിരി ബ്രഹ്മഹന്ത, പാപം ചെയ്തവര്, ബ്രഹ്മഹന്ത എന്നാണ് നേരത്തെ പറഞ്ഞു, ബ്രാഹ്മണനെ വധിച്ചാലുള്ള. പിന്നെ യോഗി വൃന്ദാപകാരി, വലിയ വലിയ യോഗികളുടെ വൃന്ദം, കൂട്ടങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ അപഹരിക്കുന്നവര്. അതുപോലെ സുവർണസ്ഥേയി, സ്വർണം കക്കുന്നവര്, ജ്വല്ലറി ഉണ്ടാക്കും അല്ലേ. ഇപ്പം മദർ കില്ലർ, പിന്നെ ഫാദർ കില്ലർമാര്. അതേമാതിരി സുവർണസ്ഥേയി എന്ന് പറഞ്ഞാൽ സ്വർണം കക്കുന്നവര്, കള്ളന്മാര്. ദുഷ്ടൻ, അതുപോലെ ലോകനിന്ദിതനൻ, അവരൊക്കെ ലോകത്തെ നിന്ദിക്കുന്നവരാണ്. ചില ആൾക്കാരുണ്ട് ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ. ചിലർ ഈ ലോകത്തെ തന്നെ എപ്പോഴും നിന്ദിച്ച് നടക്കുന്നവരുണ്ട്. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട്, അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട്, ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും അതൊക്കെ നിന്ദിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ ആണെങ്കിലും അവൻ ഭക്തിയാ, നമുക്ക് പറയണ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ, വളരെ ഭക്തി രൂപത്തില് രാമനാമത്തെ ജപിക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ദേവകളാലാമോദപൂർവം പൂജനായി വരുമത്രയല്ല. എന്താണ്? അവര് ദേവതകളുടെ കൂടെ ആമോദിച്ചു സന്തോഷത്തോടെ ദേവന്മാര് പോലും ഇവരെ പൂജനായി വരുമത്രയല്ല. അതുമാത്രമല്ല, അങ്ങനെ വരും എന്നുള്ളത് മാത്രമല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വലിയ വലിയ യോഗികൾക്ക് പോലും ലഭിക്കാത്ത അല്ലേ, വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. അപ്പോ അങ്ങനെ വലിയ വലിയ വ്യക്തികൾക്ക് പോലും അല്ലെങ്കിൽ അവർക്ക് പോലും അലഭ്യമായി ലഭിക്കാൻ പറ്റാത്തത് നമുക്ക് ഇവിടെ കിട്ടും. എന്താ വേണ്ടത്? ഡിവോഷൻ, ഹോൾ ഹെഡ് ഡിവോഷൻ ടു രാമ. അതുകൊണ്ടല്ലേ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ. അപ്പോ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ജപിച്ചുള്ള ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതായിക്കോളും എന്നാണ് എഴുത്തച്ഛൻ. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം.